Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകൾ 10% പോലും പിടിക്കപ്പെടുന്നില്ലെന്നും മയക്കുമരുന്ന് വിതരണത്തിന് ഒത്താശ ചെയ്യുന്നത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവരാണെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചീന്തലാർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് AIYF ആവശ്യപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകൾ 10% പോലും പിടിക്കപ്പെടുന്നില്ലെന്നും മയക്കുമരുന്ന് വിതരണത്തിന് ഒത്താശ ചെയ്യുന്നത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവരാണെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് സേനാപതി മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും കാന്തിപ്പാറയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത കാലത്തായി സംസ്ഥാനത്ത് ലഹരി കേസുകൾ പിടിക്കുന്നതിൽ പോലീസ് അല്പം ഉണർന്നിട്ടുണ്ട്. എന്നാൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ 10% പോലും ഇപ്പോഴും പിടിക്കപ്പെടുന്നില്ലെന്നും മയക്കുമരുന്ന് വിതരണത്തിന് ഒത്താശ ചെയ്യുന്നത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവരാണെന്നും MJ ജേക്കബ് കുറ്റപ്പെടുത്തി. ഇവിടുത്തെ എല്ലാ രീതിയിലുമുള്ളതായ കുത്തഴിഞ്ഞ ഭരണത്തിനെല്ലാം ഒത്താശകളും ചെയ്തു കൊടുക്കുന്നില്ലേ? ഇവിടെ മയക്കുമരുന്നിന്റെ ഹബ്ബായി കേരളം മാറിയിരിക്കുന്നു. കാരണം ഇവിടെ പോലീസ് ഒക്കെ മാറിയല്ലേ? ഇപ്പം ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായിട്ട് കുറച്ച് സജീവമായിട്ടുണ്ട് പോലീസ്. പക്ഷെ 10% പോലും ഇവിടുത്തെ മയക്കുമരുന്ന് പിടിക്കുന്നതിന് പറ്റുമോ? മയക്കുമരുന്നിന്റെ വിതരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്, അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഭരണകക്ഷിയുമായി ഒത്താശ ചെയ്യുന്നവരാണ്. കേരള കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാന്തിപ്പാറയിൽ സംഘടിപ്പിച്ച മണ്ഡലം കൺവെൻഷനും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MJ ജേക്കബ്. കൺവെൻഷനിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നിലപാടുകളും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും ചർച്ചയായി. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസത്തിൽ സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു. പരിപാടിയിൽ കേരള കോൺഗ്രസ് അംഗത്വ വിതരണം, മികച്ച കർഷകർ, ക്ഷീരകർഷകർ, വിദ്യാർത്ഥികൾ, മികച്ച സംരംഭകർ, കലാകാരന്മാർ എന്നിവരെ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ വെള്ളനാമറ്റത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചീന്തലാർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. വീടിന് മുകളിൽ മരം വീണ് ആനപ്പള്ളം നെല്ലിക്കുന്നേൽ അന്നപ്പാപ്പ എന്ന വീട്ടമ്മയുടെ കൈക്ക് പരിക്കേറ്റു. ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചീന്തലാർ 3-ാം ഡിവിഷൻ, ആനപ്പള്ളം, ആലമ്പള്ളി എന്നീ പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത്.
മരങ്ങൾ വീണ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വ്യാപക കൃഷിനാശവുമുണ്ടായി. 2 ട്രാൻസ്ഫോമറുകൾ തകർന്നു. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. പ്രദേശമാകെ ഇരുട്ടിലായി. മരങ്ങൾ റോഡിൽ വീണ് കിടക്കുന്നതിനാൽ ഗതാഗത സൗകര്യവും ഇല്ലാതായി. ബുധനാഴ്ച വൈകിട്ടോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് AIYF ആവശ്യപ്പെട്ടു. ദേവികുളം മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്ത് 150-ലധികം മരങ്ങളാണ് അപകടകരമായി നിൽക്കുന്നത്. മരണക്കെണി ഒരുക്കി മരങ്ങൾ നിൽക്കുന്നത് മുറിച്ചു നീക്കണമെന്ന് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികൃതർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. വിഷയത്തിൽ വനംവകുപ്പും തികഞ്ഞ അനാസ്ഥ കാണിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഇത് അവസാനിപ്പിച്ച് മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും ഇല്ലാത്തപക്ഷം പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നും AIYF ജില്ലാ സെക്രട്ടറി KJ ജോയ്സ് പറഞ്ഞു. ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ദേവികുളം മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ വളരെ അപകടകരമായ രീതിയിൽ വലിയ വൃക്ഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല, വലിയൊരു കാലവർഷത്തേക്ക് ഒരു ജൂൺ മാസത്തോടുകൂടി നമ്മുടെ സംസ്ഥാനമാകെ പ്രവേശിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപകടകരമായ ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഒരു നടപടിയും ഇതുവരെയായിട്ടുള്ള അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. വലിയ ടൂറിസ്റ്റുകളെല്ലാം കടന്നുപോകുന്ന പ്രധാനപ്പെട്ട കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയ്ക്ക് ഗ്യാപ്പ് റോഡ് അടക്കം വരുന്ന പ്രദേശത്തിനകത്ത് നിലനിൽക്കുന്ന മരങ്ങൾ, അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ആളുകൾക്ക് ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ അത് ഇപ്പോൾ വലിയ തെളിഞ്ഞ കാലാവസ്ഥയുള്ള സമയത്ത് തന്നെ അത്തരം സമീപനത്തിലോട്ട് പോകേണ്ടതുണ്ട്. അത്തരം സമീപനങ്ങൾ സ്വീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം അത് അത്യന്തം പ്രതിഷേധാർഹമായ സമീപനമാണ്. അത് തിരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ സമീപനം സ്വീകരിക്കണം. ഇതിനെല്ലാം എതിര് നിൽക്കുന്ന ചില സമീപനങ്ങൾ വനം വകുപ്പ് അടക്കം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. വനം വകുപ്പ് ആ സമീപനം തിരുത്തുകയും സുരക്ഷിതമായ ഒരു യാത്ര ഒരുക്കുന്നതിന് വേണ്ടി അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അടിമാലി ടൗൺ പരിസരത്തെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടപ്പായില്ല. മാലിന്യം നിറഞ്ഞ കൈത്തോടുകളുടെ സ്ഥിതി അതേപടി തുടരുകയാണ്. മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും ഉള്ളത്. അടിമാലി ടൗൺ പരിസരത്തെ ഓടകളും കൈത്തോടുകളും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണെന്ന പരാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയരുന്നതാണ്. പരാതി വ്യാപകമാവുകയും വ്യാപാരികളിൽ നിന്നടക്കം പ്രതിഷേധമുയരുകയും ചെയ്തതോടെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ പ്രഖ്യാപനവും ഉണ്ടായി. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ഇപ്പോഴും കൈത്തോടുകളും ഓടകളുമെല്ലാം മാലിന്യം നിറഞ്ഞു തന്നെ കിടക്കുന്നു. സംസ്ഥാന ഗവൺമെന്റും ഇടുക്കി ജില്ലയും അതുപോലെ അടിമാലി ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അടിമാലിയിൽ നോക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. അടിമാലിയുടെ ഓടകളെല്ലാം നിറഞ്ഞു കവിഞ്ഞ് മാലിന്യങ്ങൾ കൂമ്പാരം കൂടിയിട്ടും അത് നീക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ അടിമാലി ഫെസ്റ്റെല്ലാം വരാൻ പോവുകയാണ്. അടിമാലിയുടെ മറ്റ് പല ടൗണുകളിലും ചെയ്തതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അതെല്ലാം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്ത് നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാലിന്യം നിറഞ്ഞ വെള്ളമൊഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും ഉള്ളത്. ഇവിടെ നിന്നെല്ലാം അസഹനീയമായ ദുർഗന്ധമുയരുകയും കൊതുക് ശല്യം രൂക്ഷമാകുകയും ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്നതോടെ ഓടകളിലും തോടുകളിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഒഴുകി ദേവിയാർ പുഴയിലേക്കെത്തും. മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ ടൗണിനെ പൂർണ്ണതോതിൽ ശുചിത്വവൽക്കരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. സിറ്റി വിഷൻ, അടിമാലി. ഇന്ത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായ VCKയുടെ നേതൃത്വത്തിൽ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ മെയ് 1 ലോക തൊഴിലാളി ദിനത്തിൽ അംബേദ്കർ ജന്മദിനാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. 2000-ഓളം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് വണ്ടിപ്പെരിയാർ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി VCK ദേശീയ അധ്യക്ഷൻ ഡോക്ടർ തൊൾ തിരുവാവളവൻ MP ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ ഭരണമാറ്റം ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ VCKയുടെ നേതൃത്വത്തിലാണ് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വണ്ടിപ്പെരിയാറിൽ ഭരണഘടനാ ശില്പിയും ദളിതരുടെ ഉന്നമനത്തിനായി നിലകൊണ്ടിരുന്നതുമായ ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷം മെയ് 1 നടത്തപ്പെടുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വേരുറപ്പുള്ള VCKയുടെ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ തോൾ തിരുവാവളവൻ MP അംബേദ്കർ ജന്മദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 2000-ഓളം പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുവാൻ കഴിയുന്നതായി സംഘാടകർ അറിയിച്ചു. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്,
പീരുമേട് MLA വാഴൂർ സോമൻ, CPI ജില്ലാ നേതാക്കൾ, ഇന്ത്യ മുന്നണി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. പീരുമേട് തേയിലത്തോട്ടം പ്രതിസന്ധികൾ സമ്മേളനത്തിൽ ചർച്ചയാവുമെന്നും VCK ഭാരവാഹികളായ നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി, കേരള ഇൻചാർജ് ഇളംചെ ഗുവര, ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറിമാരായ A. ഇളംതിരയൻ, തകട്ടൂർ തമിഴ് സെൽവൻ, വിമൻസ് വിങ്സ്റ്റേഴ്സ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി രേവതി അളകർ സ്വാമി, മറ്റു ഭാരവാഹികളായ ശക്തി ധർമ്മപുരി, ബാലൻ വണ്ടിപ്പെരിയാർ തുടങ്ങിയ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഇടുക്കി ചെറുതോണി വാഴത്തോപ്പ് VHSS സ്കൂൾ മൈതാനത്ത് ആരംഭിച്ച എന്റെ കേരളം 2025 പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയ കൃഷിവകുപ്പിന്റെ സ്റ്റാളുകൾ ശ്രദ്ധേയമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത മേളയിൽ തീം പവലിയനിൽ ഒരുക്കിയിരിക്കുന്ന കൃഷിവകുപ്പ് സ്റ്റാളിൽ ഡിജിറ്റൽ അഗ്രികൾച്ചർ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഡ്രോൺ സംവിധാനത്തിന്റെ കൃഷിയിടത്തിലെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്കും പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും ഡ്രോൺ പ്രവർത്തനം അടുത്തറിയുന്നതിനും ലൈവ് ഡെമോൺസ്ട്രക്ഷനും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൃഷിവകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സേവനങ്ങൾ ഒരു കിടക്കീഴിലാക്കി നിലവിൽ വന്ന കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളും തീം പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിളകളിലെ രോഗകീട നിയന്ത്രണം സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്കും പ്ലാന്റ് ഡോക്ടർ സേവനവും സ്റ്റാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 1000 സ്ക്വയർ ഫീറ്റിൽ കൃഷിവകുപ്പ് ഇടുക്കി ജില്ല ഒരുക്കിയിരിക്കുന്ന നടീൽ വസ്തുക്കളുടെയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും പൊതുജന പങ്കാളിത്തം കൊണ്ട് ഉദ്ഘാടന ദിവസം തന്നെ സജീവമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, A. രാജ MLA എന്നിവർ സ്റ്റാളുകൾ സന്ദർശിച്ചു. പ്രദർശന വിപണന മേള മെയ് 5 സമാപിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, we provide the joy of a new home. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. വീണ്ടും വാർത്തയിലേക്ക്. അടിമാലിയിൽ ഏലക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരിയുടെ കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തിരിച്ചടി. തൊടുപുഴ CJM കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി വ്യാപാര സ്ഥാപനം തുറന്നു നൽകി. ഇക്കഴിഞ്ഞ 10 വൈകിട്ടോടെയായിരുന്നു ബാങ്ക് അധികൃതർ എത്തി അപ്രതീക്ഷിതമായി കട ജപ്തി ചെയ്ത സീൽ ചെയ്തത്. അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് ഏത്തയ്ക്ക മൊത്തവ്യാപാരം നടത്തുന്ന പെരുമ്പാവൂർ സ്വദേശി അക്ബറിനാണ് കോടതി ഉത്തരവ് ആശ്വാസമായിട്ടുള്ളത്. മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത് സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ ഇവിടെ വ്യാപാരം നടത്തി വന്നിരുന്നത്.
അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിനു വേണ്ടി ഇക്കഴിഞ്ഞ 10-ന് കേരള ബാങ്ക് അധികൃതർ എത്തി സ്ഥാപനം സീൽ ചെയ്തു പൂട്ടി. അപ്രതീക്ഷിതമായ നടപടിയുണ്ടായതോടെ അക്ബർ പ്രതിസന്ധിയിലായി. വിഷുവിപണി മുമ്പിൽ കണ്ടെത്തിച്ച ഏത്തക്കുലകളടക്കം സ്ഥാപനത്തിലിരിക്കെയായിരുന്നു ബാങ്കിന്റെ നടപടി. പിന്നീട് അക്ബർ കോടതിയെ സമീപിച്ച് സാധനങ്ങൾ നീക്കാൻ 2 ദിവസത്തെ സാവകാശം നേടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തൊടുപുഴ CJM കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായിട്ടുള്ളത്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി വ്യാപാര സ്ഥാപനം തുറന്നു നൽകി. വിഷയത്തിൽ മുമ്പേ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടെന്നിരിക്കെ CJM കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയിരുന്നതെന്നും ഇതിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും അടിമാലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. തൊടുപുഴ CJM കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ടും അക്ബർ ബനാന മാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം, അക്ബർ ബനാന മർച്ചൻ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പൂട്ടിക്കൊണ്ടുപോയതാണ്. അതിനുശേഷം 2 ദിവസമെങ്കിലും സമയം ഇതിന് ഉത്തരവാദികളല്ല, ലോൺ എടുത്തിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഉടമകളായിട്ടുള്ള മറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. പക്ഷേ ഇവർ വാടകയ്ക്കെടുത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. 2 ദിവസം കൊണ്ട് ഈ സ്ഥാപനം 10 ലക്ഷം രൂപയുടെ സ്ഥാപനം ഇതിനകത്ത് വാഴക്കൊല ഇരിക്കുന്നത് മാറ്റണം, അതിനുള്ള അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഇത് പൂട്ടിക്കൊണ്ടു പോയതാണ്. വീണ്ടും പിറ്റേ ദിവസം പോയി ഹൈക്കോടതിയിൽ നിന്ന് പെരിഷബിൾ ഐറ്റംസ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഓർഡർ വാങ്ങി 2 ദിവസം തുറന്നാണ് ഈ സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞത്. വ്യാപാരിയെ വെട്ടിലാക്കിയ കേരള ബാങ്ക് നടപടിക്കെതിരെ വ്യാപാരി സംഘടനകളിൽ നിന്നടക്കം അന്ന് വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു. ബാങ്കിന് മുമ്പിൽ സമരവും നടന്നു. ഉണ്ടായിരുന്ന സ്ഥാപനം ബാങ്ക് പൂട്ടിയതോടെ അടിമാലി ടൗണിൽ തന്നെ മറ്റൊരു താൽക്കാലിക സംവിധാനം ഒരുക്കിയിരുന്നു അക്ബർ തന്റെ കച്ചവടം തുടർന്നു പോയിരുന്നത്. സിറ്റി വിഷൻ, അടിമാലി. പഠന ചെലവുകൾ കണ്ടെത്തുന്നതിനായി പാർട്ട് ടൈം ജോലിയെയും കൃഷിയെയും ഒക്കെ ആശ്രയിച്ച് സമൂഹത്തിന് മാതൃകയാവുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരേ സമയം കർഷകനായും സംരംഭകനായും മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളാണ് ഇനി. അലങ്കാര മത്സ്യങ്ങളെ പരിപാലിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശിയായ പോൾസ് ബാബുവിന്റെ വിജയഗാഥ. MSW 2ാം വർഷ വിദ്യാർത്ഥിയായ പോൾസ് പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം മാറ്റിവെക്കും. പോൾസിന് അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രിയം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണ്. കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര മത്സ്യ പരിപാലനം പിന്നീട് കാര്യമായി. ഇത് ചെറുപ്പം തൊട്ടേ നമുക്ക് മീനിനോടൊക്കെ നല്ല താല്പര്യമാണ്. പിന്നെ നമുക്ക് ഈ ചെറിയ പരിമിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ. നമ്മളാണേലും വലിയ ഫാൻസി ആയിട്ടോ കാര്യങ്ങളൊന്നുമല്ല ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ. ഏഞ്ചൽ ഫിഷ്, വൈൽഡ് ടൈൽ, ആരോവന, ബ്ലാക്ക്മോർ, വിവിധ ഇനം ഗപ്പികൾ തുടങ്ങി സ്വദേശ വിദേശ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങൾ പോൾസിന്റെ പക്കലുണ്ട്. വെള്ള ശുചീകരണമടക്കം വിവിധ ആവശ്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും പോൾസ് തനിയെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ മനോഹരമാക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ തേടി പോൾസിന്റെ അടുത്തെത്തുന്നവർ നിരവധിയാണ്. ലാഭകരമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാൻസി രീതിയിലല്ല ചെയ്യുന്നത്. നമ്മൾ പരിമിതമായ സ്ഥലത്താണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് ബുക്കിംഗ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിക്കും, ഇന്ന മീനായി നമുക്ക് വേണമെന്നും പറഞ്ഞുണ്ട്. നമ്മുടെ അടുത്ത് റേറ്റും കൂടി കുറവായതുകൊണ്ട് ആൾക്കാർ നല്ല രീതിയിൽ വന്ന് എടുക്കുന്നുണ്ട്. അക്വേറിയം സജ്ജീകരണം, അനുബന്ധ ഉപകരണങ്ങൾ, വെള്ളച്ചാട്ട സജ്ജീകരണം, ഫൗണ്ടൻ ഫിൽട്ടറേഷൻ സംവിധാനം, മീൻ തീറ്റ, മരുന്നുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ഈ യുവാവ് ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. വീടിന്റെ മട്ടുപ്പാവിലാണ് അലങ്കാര മത്സ്യ കൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. റെഫ്രിജറേറ്റർ ബോക്സുകളിലാണ് മത്സ്യങ്ങളെ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നത്. അലങ്കാര മത്സ്യങ്ങൾ കൂടാതെ വളർത്തു മത്സ്യക്കുഞ്ഞുങ്ങളെയും നൽകി വരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് അലങ്കാര മത്സ്യകൃഷി ചെയ്തു വരുന്നത്. പൂർണ്ണ പിന്തുണയുമായി കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്. സ്വർണ്ണവില കുതിപ്പിലും തേയിലത്തോട്ടം ശമ്പള പ്രതിസന്ധിയിലും നിറം മങ്ങി തോട്ടം മേഖലയിലെ അക്ഷയ തൃതീയ ദിനം. ഈ ദിനത്തിൽ സ്വർണം വാങ്ങി ഐശ്വര്യമടയുക എന്ന തോട്ടം തൊഴിലാളികളുടെ വർഷാവർഷങ്ങളുള്ള ആഗ്രഹത്തിനാണ് മങ്ങലേറ്റിരിക്കുന്നത്.
സ്വർണ്ണവില അതിൻ്റെ പരമോന്നതിയിലെത്തി നിൽക്കവെയാണ് ഒരു അക്ഷയ തൃതീയ ദിനം കൂടി കടന്നു വരുന്നത്. പവന് 74,320 രൂപ വരെ വില വന്ന സ്വർണത്തിന് അക്ഷയ തൃതീയ ദിനത്തിലെ വില 71,840 രൂപയാണ്. സ്വർണ്ണവിലയ്ക്ക് തിപ്പിനിടയിൽ തേയിലത്തോട്ടം മേഖലയിലെ ശമ്പള പ്രതിസന്ധിയും ഐശ്വര്യത്തിൻ്റെ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങി ഐശ്വര്യം സമ്പാദിക്കുക എന്നത് തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും തിരിച്ചടിയായിരിക്കുകയാണ്. കാർഷികവും മറ്റ് മേഖലകളിൽ നിന്നുമുള്ളവർ മാത്രമാണ് തോട്ടം മേഖലയിലെ പ്രധാന പട്ടണമായ വണ്ടിപ്പെരിയാറിലെ സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾ സ്വരൂപിച്ചു വെച്ചിരുന്ന ചെറിയ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു പഴയ ആഭരണത്തിന് പകരമെങ്കിലും ഒന്ന് മാറി വാങ്ങണമെന്ന ആഗ്രഹവുമായി എത്തിയവരുമുണ്ട്. ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ഒരു സ്വർണം വാങ്ങി ഐശ്വര്യം കൈവരിക്കണമെന്ന ആഗ്രഹ സബലീകരണം പൂർത്തീകരിക്കാനാവാത്തവരാണ് ഭൂരിഭാഗം തോട്ടം തൊഴിലാളികളും. സിറ്റി വിഷൻ, ഉപ്പുതറ. അടിമാലി ഫെസ്റ്റിനൊപ്പം കൈകോർക്കാൻ അടിമാലിയിലെ വ്യാപാര സമൂഹം. വ്യാപാരശാലകൾ ദീപാലങ്കാരത്താൽ അണിയിച്ചൊരുക്കിയും സമ്മാന പദ്ധതികൾ ഒരുക്കിയും വ്യാപാര മേഖലയെ കൂടുതൽ സജീവമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. ഫെസ്റ്റിനോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തുന്നതോടെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അടിമാലി ഫെസ്റ്റ് നടക്കാൻ പോകുന്നത്. മെയ് 1 മുതൽ 11 വരെ ഫെസ്റ്റ് നടക്കും. നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ഫെസ്റ്റിനെ കൂടുതൽ സ്വീകാര്യമാക്കാൻ അടിമാലിയിലെ വ്യാപാരി സമൂഹവും ഒരുങ്ങുകയാണ്. വ്യാപാരശാലകൾ ദീപാലങ്കാരത്താൽ അണിയിച്ചൊരുക്കിയും സമ്മാന പദ്ധതികൾ ഒരുക്കിയും വ്യാപാര മേഖലയെ കൂടുതൽ സജീവമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. അടിമാലിയിൽ വളരെ ആഘോഷമായ രീതിയിൽ നടത്താനാണ്, അടിമാലി ഫെസ്റ്റ് നടത്താനാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇന്ന് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് ഡിസ്കൗണ്ടുകളും സമ്മാന പദ്ധതികളും പ്രഖ്യാപിച്ചുകൊണ്ടും അടിമാലിയെ ശുചിത്വമുള്ള ഒരു പട്ടണമാക്കി മാറ്റിക്കൊണ്ടും അതുപോലെ ഫുഡ് ഫെസ്റ്റ് അടക്കമുള്ള പുതിയ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന വ്യാപാര മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടും എല്ലാം ഈ ഫെസ്റ്റിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫെസ്റ്റിനോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തുന്നതോടെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റ് നഗരി ക്രമീകരിച്ചിട്ടുള്ളത്. എക്സിബിഷനുകൾ, പെറ്റ് ഷോ, സെമിനാറുകൾ, വിപണന പ്രദർശന മേളകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കാൻ സംഘാടകർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കലാസന്ധ്യയോടെയാണ് ഫെസ്റ്റ് നടത്തിപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലകൾക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു. 1992 വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. 2016 ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത്. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ നോക്കാം ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മയക്കുമരുന്ന് കേസുകൾ 10% പോലും പിടിക്കപ്പെടുന്നില്ലെന്നും മയക്കുമരുന്ന് വിതരണത്തിന് ഒത്താശ ചെയ്യുന്നത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടവരാണെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചീന്തലാർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന് AIYF ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്,
SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.